നിന്നോടൻ പ്രണയം ഭാഗം 3. നീ എന്താ പറഞ്ഞേ? നീ എന്നെ പ്രണയിക്കുന്നോ? അതിനു വേണ്ടി ഞാൻ നിന്നോട് എന്താടി ചെയ്തേ? പെട്ടെന്ന് നിനക്ക് എന്നോട് ഇങ്ങനെ ദിവ്യപ്രമം പൊട്ടിമുളയ്ക്കാൻ? അരുൺ അവളോട് പരിഹാസത്തോടെ ചോദിച്ചു. അവളുടെ നെഞ്ചു വിങ്ങി. അരുൺ, അങ്ങനെ അല്ലടാ. അന്ന് നീ അവനിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലേ? അന്ന് തൊട്ടാ നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയേ. ആദ്യം വാശിക്കാൻ നിന്നെ സ്നേഹിച്ചേ. പക്ഷേ ഇപ്പോ ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു അരുൺ. അവള് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോ അന്ന് നിന്നെ രക്ഷിച്ചതിനുള്ള ത്യാഗാണോ എനിക്ക് വെച്ച് നീട്ടുന്ന ഈ ജീവിതം? അങ്ങനെയാണെങ്കിൽ എനിക്കതിന്റെ ആവശ്യമില്ല ചന്ദന. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്റെ സങ്കല്പത്തിലും നിന്നെപ്പോലൊരു കുട്ടിയല്ല. അവൻ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ സങ്കല്പം എന്താന്ന് എന്നോട് പറഞ്ഞാൽ മതി അരുൺ. ഞാൻ അതുപോലെ ആയിക്കോളാം. നിനക്ക് ഞാൻ ധരിക്കുന്ന ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടല്ലേ? എങ്കി ഞാൻ ഇനി ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടില്ല അരുൺ. നിനക്ക് ഇഷ്ടമുള്ള പോലെ മാറിക്കോളാം ഞാൻ. പക്ഷെ എനിക്ക് നിന്നെ വേണം. അവൾ ആദ്യം കരഞ്ഞുകൊണ്ടും അവസാനം വാശിയോടെയും പറഞ്ഞു. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. ചന്ദന, താൻ എന്നെ മനസ്സിലാക്ക്. എനിക്ക് തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അതുകൊണ്ട് ഇനി മേലാൽ എന്നോട് ഈ കാര്യം പറയരുത്. അപ്പോ ഇത് പറയാൻ വേണ്ടിയായിരുന്നുല്ലേ താൻ എന്നെ തന്റെ കമ്പനിയിലേക്ക് ക്ഷണിച്ചേ? അങ്ങനെ ഒരു ജോലിയും വേണ്ട, നിന്റെ കാമുകനായിക്കൊണ്ടുള്ള പോസ്റ്റും എനിക്ക് വേണ്ട. അവൻ ദേഷ്യം കടിച്ചമർത്തി. ചന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനാൽ സ്നേഹിക്കപ്പെടാൻ കൊതിച്ച അവളുടെ മനസ്സ് അലറിക്കരഞ്ഞു. അവള് കണ്ണുകൾ അമർത്തി തുടച്ചവനെ ദേഷ്യത്തോടെ നോക്കി. എനിക്ക് നിന്നെ വേണം അരുൺ. അതിനെന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യും. നിന്നെ ഞാൻ നേടിയെടുക്കും. അവളിൽ വാശി നിറഞ്ഞു. അവളുടെ വാശി നിറഞ്ഞ മുഖം കണ്ട് അരുണിന് പുച്ഛം തോന്നി. നീ ഇതുവരെ കണ്ടിട്ടുള്ള ആളുകളെ പോലെയല്ല അരുൺ. നിന്റെ വാശിക്ക് മുന്നിൽ നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ ഈ ജീവിതം. ഒരു തെരുവുപട്ടിക്ക് തരുന്ന വില പോലും തരാതെ എന്നെ പുച്ഛിച്ച് നടന്ന നിനക്കിപ്പോ എന്നോട് പ്രണയാണെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കണോ? ഇനി മേലാൽ നിന്റെ പണത്തിന്റെ തിളപ്പുകൊണ്ട് ഇതുപോലെ വാശി നിറച്ചെന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. അവൻ അവൾക്ക് നേരെ വിരല് ചൂണ്ടി അലറിക്കൊണ്ട് പറഞ്ഞു. അവന്റെ അലർച്ചയിൽ അവള് പേടികൊണ്ട് വിറച്ചു. അരുൺ, അവള് പകപ്പോടെ വിളിച്ചു. ഇന്നത്തോടെ നിർത്തി നിന്റെ കൂടെയുള്ള ഡ്രൈവർ ജോലി. പോവാ ഞാൻ. മേലാൽ എന്റെ കൺമുന്നിൽ വരരുത് നീ. വെറുപ്പ് നിറഞ്ഞ മുഖത്തോടെ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അവള് പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനെ തിരിച്ചു നിർത്തി. അവൻ പകപ്പോടെ അവളെ നോക്കുമ്പോഴേക്കും അവളൊന്നുയർന്ന് അവന്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ട് ചേർത്ത് വെച്ച് അവനെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. അരുണിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അവൾ വാശിയോടെ അവന്റെ ചുണ്ടിനെ വീണ്ടും വീണ്ടും നുകർന്നു. അവന്റെ കീഴ്ചുണ്ടും മേൽചുണ്ടും അവൾ മാറി മാറി സ്വന്തമാക്കി. അവന്റെ എതിർപ്പുകൾ കുറഞ്ഞു വന്നതും അവൾ ഒന്നുകൂടി അവനോട് അമർന്നു നിന്ന് അവനിലെ തേൻ നുകർന്നു. അവള് പതിയെ അവന്റെ ചുണ്ടിൽ നിന്നും അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ച നിമിഷം അരുണിന്റെ കൈ അവളുടെ കവിളിൽ വേദനയോടെ പതിഞ്ഞിരുന്നു. അവള് കവിളിൽ കൈവച്ചുകൊണ്ട് അവനെ കണ്ണു നിറച്ചു നോക്കി. ഛേ, നീ! അവൻ അവൾക്ക് നേരെ വിരല് ചൂണ്ടി. അവള് വിതുമ്പലോടെ അവനെ നോക്കി. മേലാലിമാതിരി തോന്നിയാസം കൊണ്ട് എന്റെ മുന്നിൽ വന്ന കൊന്നു കുഴിച്ചു മൂടുന്നിന്നെ ഞാൻ. അവൻ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവള് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. നിന്നെ ഞാൻ സ്വന്തമാക്കും അരുൺ, അവൾ അവനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ പുച്ഛത്തോടെ അവളെ തിരിഞ്ഞു നോക്കി നടന്നകന്നു. രാത്രിയിൽ ശ്രീനിവാസനോട് അരുണിനോട് അവൾക്ക് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾക്ക് ആദ്യം ഞെട്ടലായിരുന്നു. കാരണം അത്രയും ആഡംബര ജീവിതം നയിക്കുന്ന പണമില്ലാത്തവരെ എന്നും പുച്ഛത്തോടെ മാത്രം നോക്കിയിരുന്ന അവളിൽ നിന്നും ഇങ്ങനെയൊന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരിക്കലും അവനെപ്പോലെ ഒരാളെ എനിക്ക് മരുമകനായി കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് മറന്നേക്ക് നീ അവനെ. എല്ലാം കേട്ട ശേഷം അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ അയാളെ ദേഷ്യത്തോടെ നോക്കി. ഇന്ന് വരെ ഞാൻ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാ ഞാൻ. എനിക്ക് കിട്ടേണ്ട സ്നേഹം, വാത്സല്യം എല്ലാം നിഷേധിച്ച് നിങ്ങൾ എന്നെ ബോർഡിങ്ങിൽ കൊണ്ടുപോയാക്കി. എന്നെങ്കിലും നിങ്ങൾ ആ കൊച്ചുകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവള് പുച്ഛത്തോടെ അയാളോട് ചോദിച്ചു. ശ്രീനിവാസ് അവളെ ഞെട്ടലോടെ നോക്കി. ചന്ദന, അയാൾ വിളിച്ചു. അതെ, ചന്ദന തന്നെ അച്ഛാ. അമ്മയുടെ സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ആ സ്നേഹം മുഴുവൻ എനിക്ക് കിട്ടിയത് അച്ഛനിൽ നിന്നായിരുന്നു. പക്ഷെ അതുപോലും നിഷേധിച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കി. ചില വെക്കേഷന് പോലും അച്ഛൻ വരാറില്ല എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. എല്ലാവരും വെക്കേഷൻ അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും കാത്തിരിക്കും. പക്ഷെ വന്നില്ല. ഒറ്റപ്പെട്ടു പോയി ഞാൻ, ആരുമില്ലാതെ തനിച്ച്. പിന്നീട് എപ്പോഴോ ഞാൻ എൻ്റെ ലോകത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയിരുന്നു. ആരോട് സംസാരിക്കാൻ അറിയില്ല എനിക്ക്. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. ഇവിടേക്ക് തിരികെ വന്നപ്പോഴാണെങ്കിൽ കൈനിറയെ പണം ചെലവാക്കി. ഒരുപാട് എവിടെ നിന്നെങ്കിലും ഇത്തിരി സ്നേഹം കിട്ടാൻ ഒരുപാട് കൊതിച്ചൊരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു അച്ഛാ. പക്ഷെ കിട്ടിയില്ല. പണം ഉണ്ടെങ്കിൽ അല്ല എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ഒരുപാട് പണം ദൂർത്തടിച്ചിട്ടും സന്തോഷം മാത്രം എനിക്ക് കിട്ടിയില്ല. മകളെ വളർത്താൻ വേണ്ടി ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുത്ത അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഇത്തിരി സ്നേഹം ഞാനും ആഗ്രഹിച്ചിരുന്നില്ലേ അച്ഛാ? അതും നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. അങ്ങനെയല്ലേ അങ്ങനെയല്ലേ എല്ലാവർക്കും മുന്നിൽ ഈ ചന്ദന വാശിക്കാരിയായി പോയെ? മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ ഹാപ്പിയാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രത
എല്ലാരോടും എല്ലാത്തിനോടും വാശി, ദേഷ്യം. അതാ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ചന്ദന, അല്ലേ അച്ഛ? അവൾ ഇടർച്ചയോടെ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ അവളുടെ തുറന്ന പറച്ചിൽ കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ശ്രീനിവാസ്. തന്റെ മകളുടെ ഉള്ളിൽ ഇത്രയും സങ്കടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആ പിതാവ് അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. മനഃപൂർവ്വം ആയിരുന്നില്ല. എല്ലാം ഉണ്ടാക്കിയത്, കഷ്ടപ്പെട്ടത് എല്ലാം എൻ്റെ മകൾക്ക് വേണ്ടി തന്നെ ആയിരുന്നു. പക്ഷേ അവളെ സ്നേഹിക്കുന്നതിൽ ഒരച്ഛനെന്ന നിലയിൽ താനൊരു പരാജയമായിരുന്നുവെന്ന് ശ്രീനിവാസ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. മോളെ, അയാൾ അവളെ ഇടർന്ന സ്വരത്തിൽ വിളിച്ചു. അവൾ അയാളെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. സ്നേഹം അത് കിട്ടാൻ ഞാനിന്ന് വല്ലാതെ കൊതിക്കുന്നച്ചാ. അരുൺ, അവനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അവനാൽ സ്നേഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ തേങ്ങി കരഞ്ഞുപോയി. മോളെ, അയാൾ വേദനയോടെ വിളിച്ചു. അവൾ അയാളെ തുറച്ചു നോക്കി. അച്ഛാ, അച്ഛനെൻ്റെ ആഗ്രഹം സാധിച്ചു തന്നേ പറ്റൂ. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അരുണിനോടൊപ്പം മാത്രമേ നടക്കൂ. അവൾ ശ്രീനിവാസനോട് അലറി പറഞ്ഞുകൊണ്ട് ടേബിളിലിരിക്കുന്ന ഫ്ലവേഴ്സ് എടുത്ത് ടി വിയിലേക്ക് ദേഷ്യത്തോടെ എറിഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി ഡോറ് വലിച്ചടച്ചു. ശ്രീനിവാസ് നിറഞ്ഞ കണ്ണോടെ അവളുടെ റൂമിന്റെ ഡോറിലേക്ക് നോക്കി നിന്നു. പതിയെ അയാൾ ചുമരിൽ തൂക്കിയിരിക്കുന്ന അയാളുടെ ഭാര്യയുടെ ഫോട്ടോയിലേക്ക് നോക്കി. ഗീതു, നമ്മുടെ മോൾ എന്താടോ ഇങ്ങനൊരു വാശിക്കാരിയായി പോയെ? അയാൾ ആ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടത്തോടെ ചോദിച്ചു. രാവിലെ ആയിട്ടും ചന്ദന ഡോറ് തുറക്കാത്തത് കണ്ട് അയാൾ പേടിയോടെ ഡോറിൽ തട്ടി വിളിച്ചു. പക്ഷെ അവൾ ഡോറ് തുറന്നിരുന്നില്ല. അയാളുടെ പേടിയോടെയുള്ള ശബ്ദം കേട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ വന്ന് ഡോറ് ചവിട്ടി തുറന്നു. അയാൾ പേടിയോടെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്ന തൻ്റെ മകളെ. നിലത്ത് വീണ് കിടക്കുന്ന സ്ലീപ്പിംഗ് പിൽസ് ടാബ്ലറ്റ്സും കുപ്പിയും കണ്ട് അയാൾ കരഞ്ഞുകൊണ്ട് അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. ബെഡിൽ ക്ഷീണത്തോടെ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ മകളെ നോക്കിയിരിക്കവേ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. സ്ലീപ്പിംഗ് പിൽസ് കൂടുതൽ കഴിച്ചതാ ചന്ദന, പേടിക്കാനൊന്നുമില്ല, ഇപ്പോ ആൾ ഓക്കെയാ. അവളെ നോക്കിയ ഡോക്ടർ അല്പം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അയാൾ ഓർത്തു. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് അയാൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. അയാൾ കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങി. ഉള്ളിൽ പല തീരുമാനങ്ങളും എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴേ അയാൾ കണ്ടിരുന്നു ചേറിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന അരുണിനെ. അല്പനേരം മുന്നെയാണ് ശ്രീനിവാസ് അരുണിനെ വിളിച്ച് വിവരം പറഞ്ഞത്. അപ്പോൾ തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയായിരുന്നു. ശ്രീനിവാസ് അരുണിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിൽ പിടിച്ചു. അവൻ കലങ്ങിയ കണ്ണുകളോടെ അയാളെ ഒന്ന് നോക്കി. എടോ, തനിക്ക് സ്വീകരിച്ചൂടേടോ എൻ്റെ മോളെ? അയാൾ ഇടർച്ചയോടെ ചോദിച്ചു. സർ, അവൻ ദയനീയമായി വിളിച്ചു. എനിക്കറിയാം തനിക്ക് അവളെ ഇഷ്ടമല്ലാന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മോൾ ഒത്തിരി ഇഷ്ടാടോ. പക്ഷെ അവൾ പറഞ്ഞതുപോലെ അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പലയിടത്തും മുറിഞ്ഞു പോയിരുന്നു. സാർ, അവൻ അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. സ്നേഹം കൊതിക്കുന്നൊരു മനസ്സ് അവൾക്കുണ്ടെന്ന് ഞാൻ എന്താടോ മറന്നുപോയെ? എൻ്റെ മകൾക്ക് കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം അവളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിന്നിൽ നിന്നുവാ. യാചിക്കുക ഞാൻ തന്നോട്. എൻ്റെ മോളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിക്കൂടരോ തനിക്ക്? ഇതൊരച്ഛൻ്റെ അപേക്ഷയായിട്ട് കണ്ടാൽ മതി. അയാൾ യാചനയോട് അവൻ്റെ കാൽക്കലേക്ക് വീഴാനൊരുങ്ങി. അരുൺ പെട്ടെന്ന് ചേറിന്ന് ചാടി എഴുന്നേറ്റ് അയാളെ പകപ്പോടെ നോക്കി. സാർ എന്തീ ചെയ്യുന്നേ? അവൻ പകപ്പോടെ ചോദിച്ചു. വേറെ മാർഗമില്ലടോ എനിക്ക്. എൻ്റെ മോളെ വേണം എനിക്ക് എന്നും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക്. അയാളുടെ കണ്ണ് നിറഞ്ഞു. ചന്ദനെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മത. അവൻ അത്രയും നെഞ്ചു തകർന്നുകൊണ്ട് പറഞ്ഞു. അയാൾ അവനെ നന്ദിയോടെ നോക്കിക്കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. പക്ഷെ അരുണിന്റെ മനസ്സ് കലുഷിതമായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ ചന്ദനയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അവള് ശ്രീനിവാസിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് തവണ സോറി പറഞ്ഞു. അരുൺ വിവാഹത്തിന് സമ്മതിച്ചു. അവളുടെ സോറിക്ക് മറുപടിയായി അയാൾ പറഞ്ഞത് അത്ര മാത്രമാണ്. അവൾ അയാളെ വിശ്വാസം വരാതെ നോക്കി. അയാളുടെ മുഖത്ത് നിറഞ്ഞ ചിരി കാണവേ അവൾ അയാളെ കണ്ണു നിറച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അച്ഛാ, സോറി, ഞാൻ വിഷമിപ്പിച്ചൂലേ? അവൾ കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ അമർത്തി ചുംബിച്ചു. ഓർമ്മ വെച്ചിട്ട് കിട്ടിയ ആദ്യത്തെ ചുംബനം. അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛനല്ലേടാ സോറി പറയണ്ടേ? സോറി, എൻ്റെ മോൾ അച്ഛന് വേണ്ടതുപോലെ നോക്കാൻ സാധിച്ചില്ല, ക്ഷമിക്കെന്നോട്, അയാൾ പറഞ്ഞു. അവൾ അയാളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അച്ഛാ, അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് അവൾ വിളിച്ചു. അയാൾ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ മൂളി. അരുൺ, അവൻ എങ്ങനെ സമ്മതിച്ചു വിവാഹത്തിന്? അച്ഛൻ നിർബന്ധിച്ചോ? അവൾ ചോദിച്ചതിന് അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം അച്ഛാ, അവൻ സ്വയമേ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലാന്ന്. എന്നാലും സാരല്ല, എനിക്ക് അവനെ വേണം അച്ഛാ, അവൾ പറഞ്ഞു. അയാൾ അവളെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. തുടരും.